നമസ്കാരം, വെൽക്കം ടു ഷൈനിബിന്ദുസ് വേൾഡ്. എങ്ങനെ നമുക്ക് ഇന്നൊരു നിയാസിനമൈഡ് ആൻഡ് കോജിക്ക് വെച്ച് ഒരു സ്കിൻ ബ്രൈറ്റനിങ് നൈറ്റ് ക്രീം ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ വലിയ വില കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നിയാസിനമൈഡിൻ്റെയും കോജിക് ആസിഡിൻ്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഈ രണ്ട് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും ചേരുമ്പോൾ തന്നെ നമുക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടാനും നല്ലൊരു ഈവൻ ടോണും നാച്ചുറൽ ബ്രൈറ്റ്നസ് കിട്ടാനും ഇത് സഹായിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതിൻ്റെ ഉള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണെന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഭാവിയിലുള്ള എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്റ്റാർട്ട്. അപ്പോൾ നമുക്കിതിനായിട്ട് രണ്ട് ഫേസാണ് വേണ്ടത്, ഒന്ന് ഓയിൽ ഫേസും ഒന്ന് വാട്ടർ ഫേസും. അപ്പോൾ ഞാനിതിന് രണ്ട് പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആദ്യം ഓയിൽ ഫേസ് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പം ഞാനിതിനായിട്ടൊരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനായിട്ട് ആദ്യം ഓയിൽ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടാവുന്നത് ആ ഓയിൽ എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഓയിൽ 5 ml ആണ് വേണ്ടത്. അത് ആൽമണ്ട്, ഒലീവ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൂടെ എടുക്കാം. കോക്കനട്ട് ഓയിൽ എടുക്കാം, നിങ്ങളെ ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ 5 ml എടുക്കുകയാണ്. ഇപ്പോൾ 5 ml ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഈ വാറ്റ്സ് ആണ്, ഈ എമൾസിഫയിങ് വാറ്റ്സ്. അപ്പം നമ്മൾ ക്രീമിലെല്ലാം ഇടുന്നത് ഈ എമൾസിഫയിങ് വാറ്റ്സ് ആണ്. ഈ വാറ്റ്സ് നമ്മുടെ സ്കിന്നിലുള്ള ഓയിലിനെല്ലാം കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ അതിവിടെ നമുക്ക് വേണ്ടത് 5 gram ആണ്. 5 gram ഈ വാറ്റ്സ്. അപ്പോൾ ഞാൻ 5 gram ഈ വാറ്റ്സ് ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 5 gram ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് സീറ്റൽ ആൽക്കഹോളാണ്. ഇത് വന്ന് 1.25 gram. ഇതും നമ്മുടെ ക്രീമിനൊരു ക്രീമി കൺസിസ്റ്റൻസി തരാൻ സഹായിക്കുന്നു. ഇതും ഒരു വാറ്റ്സ് പോലെയാണ്, വാറ്റ്സ് ഫാറ്റി ആസിഡ് ഒക്കെ പോലെയാണ് സീറ്റൽ ആൽക്കഹോൾ. അപ്പോൾ ഞാനിവിടെ 1.25 gram ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ 25 gram ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1.25 gram ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓയിൽ ഫേസ് മെഷർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് വാട്ടർ ഫേസാണ് മെഷർ ചെയ്യേണ്ടത്. ഞാൻ അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് 38 gram ആണ്. അപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. gram ഞാൻ. അപ്പോൾ ഈ DM വാട്ടറിൽ നിന്ന് തന്നെ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. കാരണം നമുക്ക് ഇനി ഇതിന് ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയ നിയാസിനമൈഡും കോജിക് ആസിഡും ഒക്കെ മിക്സ് ചെയ്യാൻ വേണം. അപ്പോൾ അതിനായിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ ആണ്. ഇത് ഞാനൊരു 2 gram ആഡ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ ആണ്. ഇത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിനെ എല്ലാം ബൂസ്റ്റ് ചെയ്ത് അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടാൻ സഹായിക്കുന്നതാണ് പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ. ഇത് വന്ന് 0.25 gram. 0.25 gram ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്നല്ലോ DM വാട്ടർ, അതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസുകൾ ഇട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിതിനെ മെഷർ ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഇപ്പോൾ കോജിക് ആസിഡ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ 50 gram ക്രീമാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു 0.5 gram ഒക്കെ മതി, അതായത് ഒരു പിഞ്ച് മതി. 0.5 gram ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 0.5 gram ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നിയാസിനമൈഡ് അല്ലെങ്കിൽ വിറ്റാമിൻ B3. അപ്പോൾ നിയാസിനമൈഡ് നമുക്ക് ഒരു 1 gram ഇട്ട് കൊടുക്കാം. 1 gram ഇട്ട് കൊടുക്കാം. അപ്പോൾ നിയാസിനമൈഡ് ഞാൻ 1 gram ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റൊക്കെ കഴിഞ്ഞു. നമുക്കിനി ഡബിൾ ബോയിലർ മെത്തേഡിൽ ഈ ഇൻഗ്രീഡിയൻസ് ഇതിന് ഓയിൽ ഫേസിനെയും വാട്ടർ ഫേസിനെയും ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനെൻ്റെ ഓയിൽ ഫേസ് ഇതിൽ വെച്ച് കൊടുക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വാട്ടർ ഫേസാണ്. അപ്പോൾ വാട്ടർ ഫേസിന് ഞാനിങ്ങനെ ഒരു
ചെമ്പിലേക്ക് ഒഴിച്ചു, കാരണം എനിക്ക് ഇതിൽ വെച്ച് ചൂടാക്കാനൊന്ന് കഷ്ടമായതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ തീ ഒന്ന് ഓണാക്കി കൊടുക്കുകയാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് എല്ലാം മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്, മെൽറ്റായിട്ടുണ്ട്, ഏകദേശം മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഒന്ന് ഓഫാക്കാം. അപ്പം ഞാൻ ഇതിനെല്ലാം ഒന്ന് മാറ്റി. ഇനി നമ്മുടെ ഈ വെള്ളം ചൂടായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ടുണ്ടല്ലോ, അതിനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും അതൊന്ന് ചൂടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാട്ടറിൻ്റെ കൂടെ തന്നെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് ചൂടാക്കാം എളുപ്പത്തിൽ. പക്ഷേ ഞാൻ എപ്പോഴും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എല്ലാം അവസാനമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഈ വാട്ടറിൻ്റെ കൂടെ ഒഴിച്ച് അങ്ങനെ ഫസ്റ്റിലേ ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമുക്കിനി ഈ വാട്ടർ ഫേസിനെ ഓയിൽ ഫേസിലിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഈ ചൂടോടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട്, എങ്കിൽ മാത്രമേ ആ ക്രീമി കൺസിസ്റ്റൻസി കിട്ടുകയുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇനി ഒരു ബ്ലെൻഡർ വെച്ച് ഒന്ന് നിങ്ങളൊരു വിസ്ക് എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ആ ചൂടോടെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടേ ഇരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ആ ക്രീമി കൺസിസ്റ്റൻസി കിട്ടുകയുള്ളൂ. നമുക്കൊരു ക്രീമി കൺസിസ്റ്റൻസി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. കണ്ടോ, അപ്പോൾ ഒരു ക്രീമി കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നിട്ട് കൊടുക്കണം മിക്സ് ചെയ്ത്. അപ്പോൾ അതിനായിട്ട് അപ്പോൾ നമുക്ക് ഇത് ഹീറ്റ് ആ വെള്ളത്തിലിരുന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് അത് മിക്സായി. ഇനി നമുക്ക് കുറച്ചൊരു കോജിക് ആസിഡിൻ്റെ കുറച്ചൊരു ഗ്രാനുവൽസ് കിടക്കുന്നുണ്ട്, ഒരു പൊടികളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെയും അതിലൊഴിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പ്രിസർവേറ്റീവും എസൻഷ്യൽ ഓയിലും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എസൻഷ്യൽ ഓയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫേവറേറ്റ് ലാവൻഡർ എസൻഷ്യൽ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എസൻഷ്യൽ ഓയിലാണോ ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം, അത് ഒഴിച്ചു കൊടുക്കുക. ടീ ട്രീ എസൻഷ്യൽ ഓയിൽ, റോസ് എസൻഷ്യൽ ഓയിൽ, ഏത് എസൻഷ്യൽ ഓയിലും ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 3 തുള്ളി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് വിറ്റാമിൻ ഇ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പ്രിസർവേറ്റീവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫിനോക്സി എത്തനോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ 50 ഗ്രാം ആണല്ലോ, ഒരു 5-6 തുള്ളിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 5 തുള്ളി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആ ലാവൻഡറിൻ്റെയൊക്കെ ഒരു മണം, നല്ലൊരു മണം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയാണ്. കണ്ടോ, ഇനി നമുക്കിതിനെ ഒരു ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പം ഞാനിങ്ങനെ ഒരു ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയാണ്. ലാവൻഡറിൻ്റെ മണം ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് രാത്രിയിൽ മാത്രം അപ്ലൈ ചെയ്യുക. രാത്രിയിൽ ഫേസ് എല്ലാം വാഷ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക. രാവിലെ നിങ്ങൾ ഏത് ഫേസ് വാഷാണോ യൂസ് ചെയ്യുന്നത് അത് വെച്ച് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. എന്നിട്ട് പുറത്ത് പോകുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് പോയാൽ തന്നെയാണ് നമുക്കൊരു റിസൾട്ട് കിട്ടുക. കാരണം ഇതൊക്കെ എല്ലാം ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ പോകുമ്പോൾ വീണ്ടും നമുക്ക് ആ റിസൾട്ട് നഷ്ടപ്പെടും. അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.